ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ എന്റെ ഹൃദയത്തിൻ ഇരുളങ്ങുമാ. അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ അള്ളാഹു അവിടുത്തെ ഖബറിടം വിശാലമായി കൊടുക്കുമാറാവട്ടെ. അപ്പോൾ ബഹുമാനപ്പെട്ടവരെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഒരിക്കൽ ഞാൻ ബഹുമാനപ്പെട്ടവരെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. അങ്ങനെ പോയ സമയത്ത് വല്ലാത്ത തിരക്കാണ്. അവിടെ നിന്നൊരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു തിരിച്ചു വരുമ്പോൾ. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ തങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്. എങ്ങനെ ഞാനൊരു കേസ് സമ്പന്നമായിട്ടുള്ള വിഷയത്തിൽ അത് തങ്ങളോട് കാര്യമൊന്നും അവതരിപ്പിച്ചിട്ടില്ല. വേറൊരാളുടെ പ്രശ്നം പറയാൻ വേണ്ടി പോയപ്പോൾ ഞാൻ ആ മുറ്റത്ത് കടന്നിങ്ങനെ പരിങ്ങാണ്. ഇയാൾ തങ്ങളെ കാണാൻ വേണ്ടി ആ ക്യൂവിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഇയാളെ കൂട്ടുകാരൻ. പക്ഷേ ഇയാളിങ്ങനെ അവിടെ മുറ്റത്ത് അങ്ങോട്ട് ഇങ്ങനെ പരക്കം പായുന്നുണ്ടപ്പോൾ തങ്ങൾ ഇയാളെ മാടി വിളിച്ചത്ര. എന്താണ് നിങ്ങളുടെ പ്രശ്നം ചോദിച്ചത്. ഞാനും ഇങ്ങനത്തെ ഒരു കേസിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ ഇങ്ങനെ പെട്ടുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു അത്ര, നീ ഇന്ന സൂറത്ത് ഇന്ന ആയത്ത് എന്തോ ചൊല്ലിയിട്ട് നീ പൊയ്ക്കോളൂ, അതൊക്കെ ശരിയായിക്കോളും പറഞ്ഞത്ര. അങ്ങനെ മഹാനവറുകൾ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത ഫലം കിട്ടി. കേസൊക്കെ അദ്ദേഹത്തിൻ്റെ വഴിക്ക് വന്നു എന്നാണ് പറയുന്നത്. അതാണ് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ. അതുമാത്രമല്ല, എനിക്ക് വല്ലാത്തൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ തങ്ങന്മാർക്കും ആലിമ്യങ്ങൾക്കൊക്കെ വല്ലാത്തൊരു മനുഷ്യനെ മനസ്സമാധാനിപ്പിക്കാൻ വല്ലാത്തൊരു കഴിവാണ്. അത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം നിങ്ങൾക്കില്ലല്ലോ. അപ്പോൾ ഞാൻ തകർന്നൊരു ഹൃദയവുമായിട്ട് വല്ലാതെ വേദന സഹിക്കാൻ പറ്റാത്ത, വല്ലാത്ത രീതിയിൽ വല്ലാത്ത പ്രയാസം അനുഭവിച്ച് വല്ലാത്ത ദുഃഖത്തിലായിരുന്നു ഞാൻ ഒരു ദിവസം. അപ്പോൾ അങ്ങനെ തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് പോകണം എന്ന് കരുതി അങ്ങനെ അവിടെ വെറുതെ നമ്മളെ ശിഹാബ് തങ്ങളൊക്കെ അവിടെ മക്കാമൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്തിട്ട് തിരിച്ചു വരാം എന്ന് കരുതി പോയതാണ്. അപ്പോൾ വല്ലാത്തൊരു വേദന മനസ്സിലുണ്ടായിരുന്നു, വല്ലാത്തൊരു പ്രയാസമായിരുന്നു, വല്ലാത്തൊരു ദുഃഖം മനസ്സിൽ വല്ലാത്തിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ അവരുടെ വീട്ടിലേക്കല്ല പോയത്, ഞാൻ ഡയറക്റ്റ് പോയത് ശിഹാബ് തങ്ങളെ ആ ഒരു മക്കാമിലേക്കാണ് പോയത്. അങ്ങനെ പോകുന്ന വഴിവെക്കലാണ്, അവിടെ പോകുന്ന വഴിക്കാണ് അവരെ പള്ളി കാര്യങ്ങളൊക്കെ. അവിടുന്ന് ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങളും കുറച്ച് ആളുകളും ഇങ്ങനെ നടന്നു വരികയാണ്. ആ നടന്നു വരുന്ന സമയത്ത് എന്നെ കണ്ടു, ചിരിച്ചു. അപ്പോൾ ഞാനവിടെ പോയിട്ട് സംസാരിച്ചു. പക്ഷേ എൻ്റെ വിഷയങ്ങൾ സംസാരിച്ചില്ല, എൻ്റെ പ്രയാസങ്ങൾ എന്താണെന്ന് സംസാരിച്ചില്ല. പക്ഷേ എനിക്ക് കുറേ നേരം തങ്ങൾ എന്നോട് സംസാരിച്ചു, ഓരോ നാട്ടുവർത്താനങ്ങളൊക്കെ പറഞ്ഞ്. അതായത് എൻ്റെ ഹൃദയത്തിലുള്ള ഒരു പർവ്വതം ഉരുകി ഒലിച്ച പോലെ, ഒരു ദുഃഖം എന്ന പർവ്വതം ഉരുകി ഒലിച്ച് ഐസ് കട്ട പോലെ ഉരുകി ഒലിച്ച് പോയ പോലെ ആ കൈ ഇങ്ങനെ പിടിച്ച് കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചു. കുറച്ച് നേരം തങ്ങളുടെ കൈ പിടിച്ച് നടന്നു. അപ്പോൾ വല്ലാത്ത ഇവിടെ ആ നിമിഷത്ത് എൻ്റെ പ്രയാസങ്ങൾ തങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അപ്പോൾ വിഷമമില്ല. ആ വിഷമം എനിക്ക് എന്തുണ്ടായെന്ന് എനിക്കറിയില്ല. വല്ലാത്തൊരു അവിടുന്ന് ഞാൻ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് മടങ്ങിപ്പോയത്. കാരണം എന്താ, ഞാൻ അധികം നേരം അവിടെ നിന്നില്ല. അവിടെ സിയാറത്തൊക്കെ ചെയ്തിട്ട് ഇങ്ങോട്ട് പെട്ടെന്ന് തിരിച്ചു പോകും, അല്ലെങ്കിൽ അവിടെ കുറച്ച് നേരമൊക്കെ നിൽക്കുന്നതാണ്. വല്ലാത്തൊരു മനസ്സമാധാനമായിപ്പോയി. തങ്ങന്മാർ അവർ പറഞ്ഞാൽ ഏത് ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ദുഃഖത്തിൻ്റെ വേര് എനിക്ക് എവിടെ പ്രശ്നം എന്നുള്ളത്, നമുക്ക് എവിടെ പ്രശ്നം എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അതിനെ തണുപ്പിക്കുകയാണ് അവർ ചെയ്തത്. അതാണ് അള്ളാഹുവിൻ്റെ അള്ളാഹു കൊടുക്കുന്നൊരു കഴിവ് എന്നൊക്കെ പറയില്ലേ. പിന്നെ അവർ സയ്യിദന്മാരാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പരമ്പരയിൽപ്പെടുന്നവരാണ്. അവർക്കതിന് പ്രത്യേക ഒരു കഴിവുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അല്ലേ, ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിനെയൊക്കെ പരിചയപ്പെട്ടവർ ഒരിക്കലും മറക്കില്ല. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ, അവരെന്നും പരിചയപ്പെട്ടവർ ഒരിക്കലും പരിചയപ്പെട്ടാൽ പിന്നീട് മറക്കില്ല. കാരണം അതൊക്കെ സയ്യിദന്മാരും അള്ളാഹുവിൻ്റെ വലിയകളാണ്. പാണക്കാട് തങ്ങൾ ഹൈദരലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്നത് അന്ന്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കുറേ മുത്തലിമീങ്ങൾ എൻ്റെ വട്ടം ഇങ്ങനെ കൂടി, നിങ്ങളടുത്ത് തങ്ങൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ കുറേ ആളുകൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളും തങ്ങളും ഇതിൻ്റെ മുന്നേ ബന്ധമുണ്ടോ, ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെട്ടു, പക്ഷെ നിങ്ങളോട് ഇത്ര സ്നേഹത്തോടു കൂടി പെരുമാറി, ഇത്ര മറ്റേ സമയം ചിലവഴിച്ചു, അങ്ങനെ കുറേ എന്നോട് പറഞ്ഞപ്പോൾ എനിക്കിനെ വലിയ സന്തോഷം. അങ്ങനെ
ചില ആളുകൾ എന്നോട് വന്ന് പറഞ്ഞു എൻ്റെ പ്രശ്നം കൂടി നിങ്ങൾ തങ്ങളോടൊന്ന് പറയാം. അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെട്ടിട്ടുള്ള സുഹൃത്തെ ഇപ്പോഴാണ് ഞാൻ ഇത്രയേറെ അടുത്ത് ഇടപഴകിയത് ഇപ്പോഴാണ് എന്നൊക്കെ അവരോട് പറഞ്ഞു. എന്തായാലും ആ ഒരു സമയത്ത് കുറച്ച് സമയം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തപ്പോൾ വല്ലാത്തൊരു സന്തോഷം, വല്ലാത്തൊരു സമാധാനം എന്ന് കിട്ടി. അള്ളാഹു അവിടുത്തെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഞാൻ ഒരുപാട് മരണപ്പെട്ടതിന് ശേഷം എനിക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ല. അത് വല്ലാത്തൊരു സങ്കടമായിപ്പോയി എന്നുള്ളത് മറ്റൊരു കാര്യം തന്നെയാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്ത ആളുകളുണ്ടാവുമല്ലോ, അവർക്കറിയാം ഇതിൻ്റെ എല്ലാ ഒരാളുടെ മനസ്സിൻ്റെ പിടപ്പിൻ്റെ ഉള്ളിലും ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ചില നൊമ്പരങ്ങളുണ്ടാവും. അത് ചില ആളുകൾക്ക് പ്രത്യേകിച്ച് അധികം ഉണ്ടാവും. അവരൊക്കെ നോക്കി മനസ്സിലാക്കി തണുപ്പിക്കാൻ അള്ളാഹു നിയോഗിച്ചവരാണ് ഇവരൊക്കെ. അള്ളാഹു അവരുടെയൊക്കെ ബാക്കി ബർക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി പെരുമാറാവട്ടെ. ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും.